ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അച്ചിങ്ങാപ്പയർ സദ്യ സ്പെഷ്യൽ അച്ചിങ്ങാപ്പയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അതിനായി ഒരു 300 ഗ്രാം പയർ സൈഡെല്ലാം കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കണം. പയറെല്ലാം ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ഈ വലിപ്പത്തിൽ പയറെല്ലാം ഈ വലിപ്പത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മെഴുക്കുവരട്ടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ്: ഒരു മീഡിയം സവാള അരിഞ്ഞത്, ഒരു 10 കുഞ്ഞുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, ഒരു തണ്ട് കറിവേപ്പില, ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായി ചതച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ കടുക്, ചില്ലി ഫ്ലേക്സ്, ഉപ്പ്, വെളിച്ചെണ്ണ, ആവശ്യത്തിനുള്ള വെള്ളം. ഇത്രയാണ് ഈ മെഴുക്കുവരട്ടി അച്ചിങ്ങ മെഴുക്കുവരട്ടിക്ക് ആവശ്യമുള്ള സാധനം. എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഒരു കടായി അടുപ്പിൽ വെച്ച് സ്റ്റൗ കത്തിക്കാം. കടായി ഒന്ന് ചൂടാകട്ടെ. കടായി ചൂടാകുമ്പോൾ ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നമുക്ക് ചുറ്റിച്ചു കൊടുക്കാം. കടായിലെ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കാം. എണ്ണ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുഞ്ഞുള്ളി ചതച്ചതും സവാള അരിഞ്ഞതും കൂടെ ചേർക്കാം. വാടിയ ശേഷം നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും 4 അല്ലി വെളുത്തുള്ളി കീറിയതും ചേർക്കാം. അത് ഒരു കുഴപ്പമൊന്ന് നോക്കിക്കാം. ശേഷം നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. അതുകൊണ്ട് ചേർത്ത് മിക്സ് ചെയ്യാം. ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു മെഴുക്കുവരട്ടിയാണ്. ഇതൊക്കെ ചെറുതായി ഒന്ന് വാടുമ്പോൾ നമുക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കാം. ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിത് പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. എല്ലാം നന്നായി ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് അരി വെച്ചിരിക്കുന്ന അച്ചിങ്ങാപ്പയർ ചേർക്കാം. അത് ഇതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം നന്നായി ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് തിളച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം മതി, അധികം പിടിക്കാതിരിക്കാം. വീണ്ടും ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് അടുത്ത് വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് പാത്രത്തിൻ്റെ അടുപ്പൊന്ന് തുറക്കാം. മെഴുക്കുവരട്ടിയുള്ള ഒരുവിധം ഏകദേശം 5 മിനിറ്റോളം ആയി. ഒരുവിധം വഴഞ്ഞിട്ടുണ്ട്. മെഴുക്കുവരട്ടിയൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട്. നമുക്ക് ഈ മീഡിയം ഫ്ലെയിമിലിട്ട് തുറന്ന് വെച്ച് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് അടുപ്പൊന്ന് തുറക്കാം. പയറെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്കൊന്ന് ഇളക്കിയ ശേഷം ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറവാണ്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയ ശേഷം
മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. തണുക്കട്ടെ. പാത്രത്തിൻ്റെ അടപ്പൊന്ന് തുറക്കാം. അച്ചിങ്ങാപ്പയർ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അച്ചിങ്ങാപ്പയർ മെഴുക്കുവരട്ടി റെഡി.